ഹലോ ഹായ്. അപ്പോൾ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് ആണ്. അപ്പോൾ ബാഡ് ഡെറ്റിൻ്റെ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ജസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ മാത്രം ചോദിക്കത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് 3 മാർക്ക് 4 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ബാഡ് ഡെറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെച്ചോണം, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഡെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൽ ഡെറ്റേഴ്സ്, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വീണ്ടും ബാഡ് ഡെറ്റ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മിസ് ഒന്നുകൂടെ പറയുവാണ്. ഈ ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്ന ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ബാഡ് ഡെറ്റാണ്? ഓൾഡ് ബാഡ് ഡെറ്റ് ആണ്. അതേപോലെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാലും ഓൾഡാണ്. ഓക്കെ, ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തേക്കുന്ന ബാഡ് ഡെറ്റ് ആണെങ്കിലും പ്രൊവിഷൻ ആണെങ്കിലും എന്താണ്? ന്യൂ ആണ്. ന്യൂ പ്രൊവിഷനും ന്യൂ ബാഡ് ഡെറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് മിസ് ഇവിടെ നേരത്തെ കൊടുത്തേക്കുന്ന പോലെ തന്നെ എന്താണ് ഫസ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്ന ബാഡ് ഡെറ്റ് എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തേക്കുന്ന ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബാഡ് ഡെറ്റ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഇത് എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മൾ ന്യൂ ആണ്, ന്യൂ ബാഡ് ഡെറ്റ്, ന്യൂ പ്രൊവിഷൻ ആണ്. ഇത് രണ്ടും നമ്മൾ എന്താണ് ആഡ് ചെയ്യും. നമ്മുടെ ഓൾഡ് ബാഡ് ഡെറ്റിൻ്റെ കൂടെ നമ്മൾ രണ്ടും ആഡ് ചെയ്യും. ന്യൂ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യും, ന്യൂ പ്രൊവിഷനും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും. ആൻഡ് ന്യൂ പ്രൊവിഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് കാണുമ്പോൾ നമ്മൾ എടിപിടിയിൽ നിന്ന് എടുത്തിട്ട് 5/100 ഇൻറ്റു ഡെറ്റേഴ്സ് 60,000 എന്നും പറഞ്ഞ് ചെയ്യരുത്. ന്യൂ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ചതിന് ശേഷം മാത്രമേ 5% അതിൽ കണ്ടുപിടിക്കാവുള്ളൂ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ന്യൂ ബാഡ് ഡെറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, പ്രൊവിഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഡെറ്റേഴ്സ് ആയ 60,000 നിന്ന് നമ്മുടെ ന്യൂ ബാഡ് ഡെറ്റ് ആയ 1,200 കുറച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് ഈ കിട്ടിയ എമൗണ്ടിൽ നമ്മൾ 5% കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ 2940. ഓക്കെ, അല്ലാതെ ഈ പറഞ്ഞ പോലെ 1,200 കുറയ്ക്കാതെ 60,000 കയറി നമ്മൾ 5% കണ്ടുപിടിക്കരുത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ന്യൂ ബാഡ് ഡെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഡെറ്റേഴ്സിൽ ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് ടേം കണ്ടുപിടിക്കും. പക്ഷേ ന്യൂ ബാഡ് ഡെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം മാത്രമേ ന്യൂ പ്രൊവിഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാവുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂ ബാഡ് ഡെറ്റ്, ന്യൂ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യും. ആൻഡ് നമ്മുടെ ഇതിൽ കൊടുത്തേക്കുന്ന ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്ന പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, ഓൾഡ് ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്ന ബാഡ് ഡെറ്റിൻ്റെ കൂടെ ന്യൂ ബാഡ് ഡെറ്റ്, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യും. അതേപോലെ ട്രയൽ ബാലൻസിൽ കൊടുത്തേക്കുന്ന പ്രൊവിഷൻ നമ്മൾ ലെസ് ചെയ്യും. ആൻഡ് ബാക്കി ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ന്യൂ ബാഡ് ഡെറ്റും കുറക്കും, ന്യൂ പ്രൊവിഷനും കുറയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് ഈ ഒരു 3 അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് എന്താണ് കൂടുതലും ഇതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ബാക്കി 2 ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം. കൂടുതലും ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ബാഡ് ഡെറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ വേറെ എന്തെങ്കിലും PNL അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത്. താങ്ക് യു.